ഹലോ ഹലോ ഹലോ. ഞാൻ അഖില ഇന്നലെ വിളിച്ചാൽ സോറി കേട്ടോ. ഞാൻ ഇന്നലെ മദ്യത്തിന്റെ പുറത്തിന് ഇന്നലെ മദ്യടിച്ചിട്ട് വെള്ളമടിച്ചിട്ട് കയറി ഇങ്ങനെ ചെയ്ത കേട്ടോ. എന്റെ പൊന്നടാ, വെള്ളം അടിക്കുമ്പോ ടെക്നിക്സ് ആട്ടോ ഞാനൊരു കാര്യം പറയട്ടെ. ഫ്രസ്ട്രേഷന്റെ അങ്ങേ അറ്റം നിൽക്കുക. ഒരാൾ പോലും സഹായിക്കുന്നില്ല നമ്മളെ. ഞാൻ എവിടെല്ലാം കിടന്നറിയാം. എവിടെയൊക്കെ കിടന്നറിയാം. നിങ്ങളിപ്പോ റെക്കോർഡ് വീടിന് ഫേസ്ബുക്കിൽ കുഴപ്പമില്ല. എന്റെ അവസ്ഥ പറയാൻ എത്ര ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് കുറെ പൈസ കൊണ്ടുപോകണം. ഞാനും സഹായിക്കാനുമില്ല. ഓരോരുത്തർ കഥ ഇന്നലെ റിലീസായ ഉരുമ്പൊട്ട എന്ന സിനിമയിലെ സംവിധായകൻ ഹരിനാരായണൻ, ആ പുള്ളി എന്നെ വെച്ച് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് എന്നോട് ഓരോ കഥ എഴുത്താന്ന് പറഞ്ഞ് എന്നെ കൂടെ ശരി എഴുതിപ്പിച്ച് വയറ്റിലെ റൂം എടുത്താന്ന്. അതിന്റെ പൈസ ഞാൻ കൊടുത്ത്. ഇത് 2019 സംഭവമാണ് പറയുന്നത്, കൊറോണ വരുന്നതിന് മുമ്പ്. വിനയ ഫോർട്ടിനെയും ഹരീഷ് കണാറിനെയൊക്കെ വെച്ചിട്ട് ചെറിയ പറ്റിയിട്ട് ചെയ്യാന്നും പറഞ്ഞ് എല്ലാം സെറ്റായി. പൂജ തുടങ്ങുന്ന സമയത്ത് പുള്ളി ഈ കഥ മാറ്റണം, വേറെ വേണം. ഞാൻ ഇത്രയും ദിവസം അവിടെ കിടന്നതിന്റെ പൈസ, ഇത്രയും ട്രാവൽ ചെയ്തതിന്റെ പൈസ 1 രൂപ തരാതെ എന്നെ പറഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ 2-3 മാസം മുമ്പ് വീണ്ടും എന്റെ ഞാൻ എഴുതിയ കഥ തിരിച്ച് വിളിച്ചോണ്ട് പോയിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞ മാറ്റി പോയിട്ടുണ്ട്. നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. പുള്ളി ഇപ്പം വീണ്ടും അടുത്ത വേറെ പ്രോജക്ട് തുടങ്ങി. കാക്ക ഷെയ്ക്ലി നസ്രയെ തിരിഞ്ഞു നോക്കിയ എന്നൊക്കെ പറഞ്ഞൊരു പ്രോജക്ട് തുടങ്ങിയിട്ടുണ്ട് പുള്ളി. ഞാനപ്പോ അതിന്റെ ഒക്കെ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെ വിളിച്ചല്ല. നിങ്ങളുടെ എനിക്ക് ദേഷ്യമോ ഒന്നുമില്ല. ഒരാളൊക്കെ സിനിമ നിങ്ങളൊക്കെ ചെയ്ത് കാണിച്ചിട്ട് ഞാൻ പറയുന്നത്, നീ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് എന്നെ യൂസ് ചെയ്ത് എന്തിനാണ്? നിങ്ങളെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പൈസ ചോദിക്കുന്നതാണോ? നമുക്കൊരു മറ്റയാള് പബ്ലിക്കായിട്ട് പൈസ ചോദിച്ചില്ലെങ്കിലും അയാള് പരമാവധി എന്നെ പിരിയാൻ നോക്കും. ഞാൻ പബ്ലിക്കായിട്ട് ചോദിക്കാനായിട്ട് ഗട്സ് കാണിക്കാന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമാണോ? സംഭവം സത്യമാണ്. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് അങ്ങനെ എനിക്കങ്ങനെ ചോദിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, നീ എന്ന് പറയുന്ന ആളെ എന്നെ കുറിച്ച് ആലോചിച്ച് നോക്കണം. 10-60 സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്ത് റിലീസ് ചെയ്ത്, മഞ്ഞമ്മൽ ബോയ്സ് പോലത്തെ ഒരു സിനിമ ആഫ്രിക്കയിൽ റിലീസ് ചെയ്ത്, അജുവർഗീസിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഒരു പടം ഡയറക്ട് ചെയ്ത്, ഷോർട്ട് ഫിലിമും ആൽബംസും അടക്കം നിരവധി സാധനങ്ങൾ ചെയ്ത് 10-12 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ്. അല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചിട്ട് ഇങ്ങോട്ട് വന്നതല്ല. അതും 10,000 രൂപ ഒരാടെ നിന്ന് മേടിച്ചിട്ട് അവർക്കത് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് പുതുമുഖങ്ങളെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് സിനിമയിൽ. അപ്പൊ അത് ആ 10,000 രൂപയ്ക്ക് ഒരു പടം അവർക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. വെറുതെ നമ്മൾ എല്ലാവരും ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ നീ എന്നെ വിളിച്ചിട്ട് തെറി വിളിക്കുക, വെള്ളം വെക്കാന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല എന്റെ അച്ഛനെ തെറി പറയുക. എന്റെ അച്ഛനൊക്കെ ആരാന്ന് എനിക്കറിയാവോ? എടാ, പുള്ളിയൊക്കെ രാജംപിദേവിന്റെ ഒക്കെ കൂട്ടത്തില് നാടകം ചെയ്തിട്ടുള്ള, ഇവിടത്തെ ഒരുവിധം എല്ലാം സ്വന്തമായിട്ട് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്ന മമ്മൂക്കയുടെ ആശാൻ എന്ന് പറയുന്ന ടി കെ ജോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ വെച്ചിട്ട് നാടകം ചെയ്തിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് എന്റെ അപ്പൻ. അത് മാത്രമല്ല, ഇന്നത്തെ എത്രയോ അമ്പലങ്ങളിൽ പുള്ളി പരിപാടി അവതരിപ്പിക്കുന്നുണ്ടെന്നറിയോ? ആ പുള്ളിയൊക്കെ ആരാന്നറിയാനാ നീ തെറി പറഞ്ഞേ? നിങ്ങൾ ഇന്നലെ വിളിച്ച വീഡിയോ ഫേസ്ബുക്ക് ഇട്ട് കാണും. ഞാൻ നോക്കിയില്ല ഫേസ്ബുക്ക്. ഞാൻ ഫേസ്ബുക്ക് ഇല്ല. എല്ലാ സാധനവും ഇടും. കാര്യം ഇന്നലെ വിളിച്ചത് അതിനിപ്പോ എനിക്ക് ഫേസ്ബുക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നാട്ടിൽ കളിച്ചിരുന്നത് നമ്മളെ വിളിച്ചു. ഞാൻ നിങ്ങളെ വിളിച്ചു. അത് സത്യമായ കാര്യം. ഞാൻ നിങ്ങളുടെ അതും സത്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളെ വിളിച്ചു, തെറി വിളിച്ചു. നിങ്ങളത് കേട്ടിരുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരമായി. എനിക്കത് ഭയങ്കരമായിട്ട് കുറ്റബോധമുണ്ട്, വിഷമമുണ്ട്. എനിക്കത് ഇന്നലെ വിളിച്ചത് ഞാൻ എടുത്തു പറയുന്നത്, ഇന്നലെ വിളിച്ചത് എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എന്റെ വായു തെറ്റായിട്ട് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇല്ല, എനിക്കും എന്നെ ക്ഷമിക്കുന്നതിനൊന്നും കുഴപ്പമില്ലടാ. ഒരു കലാകാരന്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും. ഇപ്പൊ നീ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമ്മളെ കാണുമ്പോ നമ്മുടെ പടക്കം നമ്മൾ മാറ്റിയിരിക്കും. ഇന്നലെ നീ അത്രയും വിളിച്ചപ്പോ ഞാൻ നിന്റെ ഫേസ്ബുക്ക് കയറി നോക്കിയപ്പോ നിനക്ക് ഒരു കൊച്ചും ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇന്നലെ നിങ്ങൾ പറഞ്ഞ SPFC ആലപ്പുഴ പറഞ്ഞ ഞാൻ ആലപ്പുഴ ചെന്ന് അവിടെ ഇല്ലായിരുന്നു. നിങ്ങൾ എന്തിനു കള്ളപ്പെട്ടത്? അവിടെ പോയി തിരക്കി പോലീസുകാരെ കണ്ട്. പോലീസുകാരെ പറഞ്ഞ് കുടിച്ചിട്ടാണ് സ്റ്റേഷൻ. പോലീസുകാർ നമ്മളെ അടിച്ചു. അവിടെ 1 മണിക്കൂടെ പിരിച്ചിരുത്തി അതിനാണ് വിട്ടത്. പിടിച്ചിരുത്തി എന്താണെന്നറിയോ? എന്നോട് ചോദിച്ചു, എന്നെ അറിയാവുന്ന ചോദിച്ചു. എനിക്ക് അറിയത്തില്ല സാറേ, എന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കണെന്ന് പറഞ്ഞു. അത് നിനക്ക് എന്റെ കോണ്ടാക്ട്സും ലെവലും ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, എനിക്ക് നിന്നോട് ഇന്നലെ സഹതാപമാണ് തോന്നിയത്. നീ തെറി വിളിക്കുമ്പോൾ പോലും ഞാൻ സഹതാപിച്ചതിന്റെ വെച്ചാൽ, നിനക്കൊരു 2 പിള്ളേരുണ്ട്. എനിക്കും ഒരു മകളാ ഉള്ളത്, നിനക്കും ഒരു മകളാ ഉള്ളത്. നിന്റെ വൈഫ് എന്തോ അഡ്വക്കേറ്റ് എന്തോ ആണ് അതിൻ്റെ അത് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രസ്ട്രേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് എനിക്കറിയില്ല.
ഇപ്പൊ നീ പറയുമ്പോ ഈ ഒരുമ്പട്ടവൻ എന്ന് പറയുന്ന സിനിമയുടെ ആള് നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എടാ ഇത് എല്ലാവർക്കും ഉണ്ടെന്നേ, മമ്മൂക്കായ്ക്കും മോഹൻലാലിനും എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളതിനെ തരണം ചെയ്യണ്ടേ? അത് പറ്റിപ്പോലും അവർക്ക് അതിനോട് നിങ്ങൾ അത് മനസ്സിലാക്കി കുഴപ്പമില്ലടാ, അത് വിട്ടോ. നീ ഇപ്പൊ അത് സോറി, അറിഞ്ഞുകൊണ്ട് ഒരാളെ ശത്രു വെക്കേണ്ട എനിക്ക് ശത്രുതയില്ല. നീ സോറി പറയുമ്പോ നമ്മളതവിടെ കഴിയാണ്, മനസ്സിലായില്ലേ? നിന്റെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടിട്ട് നീ വിളിച്ചു, നീ ഒരു തരത്തിൽ എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് നീ വിളിക്കുമ്പോ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ പറയുന്നത് നിന്റെ ഫ്രസ്ട്രേഷനുകൾ നിന്റെ കലാപ്രവർത്തനത്തിൽ കാണിക്കൂ. നല്ല കഥകൾ എഴുതി നല്ല സംവിധായകരെ പോയി കണ്ട് അല്ലെങ്കിൽ നല്ല നടന്മാരെ പോയി കണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പരിശ്രമിക്കണ്ടാ. അല്ലാതെ ഇനി ഞാനും നിങ്ങളും തമ്മിൽ ഒരു ചലഞ്ചാ. ഓക്കെ, ഒരു ചലഞ്ച് പറഞ്ഞത് നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ പേര്, നിങ്ങളിപ്പോ അപ്പൊ പറഞ്ഞ മോട്ടിവേഷന്റെ പേര് ഞാൻ പറയാ. കമോണ്ട്ര ഏലിയൻ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കരാളക്കുന്നിൽ യക്ഷി എന്ന് പറയാൻ എന്റെ സിനിമ ഇറങ്ങിയിരിക്കും. എന്നിട്ട് നമ്മൾ ഓക്കെ, അത് എന്റെ ഒരു ചലഞ്ച് കൊണ്ടിട്ട് നീ രക്ഷപ്പെടുമെങ്കിൽ നീ രക്ഷപ്പെടുന്ന ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെച്ചിരിക്കണ്ട. നിങ്ങള് ഫേസ്ബുക്ക് ഇട്ടത് ഡിലീറ്റ് ചെയ്തൊന്നും വേണ്ട, കിടന്നോട്ടെ. ആൾക്കാര് പല ആൾക്കാരോ ഇതൊക്കെ ഒരു ചരിത്രമാണ്. ഇപ്പൊ നീയും നാളെ രക്ഷപ്പെടും, ഞാനും നാളെ രക്ഷപ്പെടും. അന്നേരം ഈ പറയുന്ന സമയങ്ങളൊക്കെ നല്ലൊരു ഓർമ്മപ്പെടുത്തലുകളാണ്. എനിക്ക് നിങ്ങളെ നേരിട്ട് കാണുന്നുണ്ട്. എങ്ങനെയാ ഇപ്പം? ഞാൻ കൊച്ചി വരുന്നുണ്ട്. നീ നേരിട്ട് വരുമ്പോ വിളിക്ക്. അടിക്കാനും അയ്യോ ചീത്ത വിളിക്കാൻ അടിക്കുന്നുണ്ടല്ലേ? നമുക്ക് ഒന്ന് അങ്ങനെ നീ വിചാരിച്ച് തല്ലാൻ പറ്റുന്നതോ ചീത്ത വിളിക്കാൻ പറ്റുന്ന ഒരാളല്ലെന്നേ ഞാൻ. അല്ല, ഞാൻ ചീത്ത വിളിക്കാൻ വേണ്ടി വരുവാന്നോ എന്ന് വിചാരിച്ച് കാണാതിരിക്കണ്ട. ചീത്ത വിളിക്കാൻ വേണ്ടി പേടിയുടെ അല്ലെന്ന്, ചീത്ത വിളിക്കാൻ വേണ്ടി വരുവാന്ന് അങ്ങനെ ഒഴിവാക്കുമല്ല. നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കാം, എവിടെയെങ്കിലും പോയിരുന്ന് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം. നിനക്ക് നിന്റെ ഭാവിയിൽ നിനക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന നിലയിൽ എന്നെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ എന്നെ യൂസ് ചെയ്യുക, മനസ്സിലായില്ലേ? ഇപ്പൊ നിനക്ക് കഥകൾ എഴുതാൻ അറിയാന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, മാനേജർമാരുണ്ട്. അപ്പൊ നിന്റെ കഥ നല്ലതാണെങ്കിൽ അവിടെ പ്ലേസ്മെന്റ് കിട്ടും. പിന്നെ ഇത് പരിശ്രമിച്ചോണ്ടേ ഇരിക്കണം. ഇത് ഈസി ടു ക്യാച്ച് അല്ല സിനിമ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഞാനിപ്പോ ഇത് ചോദിച്ചോട്ടെ, ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്ന ഫുള്ള് സിനിമ മറ്റേ നാടൻ ടൈപ്പ്, പണ്ടത്തെ നാടൻ ടൈപ്പ് എന്റെ ഫിലിം കണ്ടാൽ മനസ്സിലാവും. പഴയ ടൈപ്പാണ് എഴുതുന്നത്, പുതിയ ടൈപ്പല്ല. എനിക്ക് പുതിയ ഇത് എഴുതാൻ അറിയത്തില്ല. എടാ അങ്ങനെ പുതിയത് പഴയതൊന്നുമില്ല. ഇപ്പോഴും ഏതൊരു കഥ എടുത്താലും ഡയലോഗ് കേട്ടാ മനസ്സിലാവും. ഡയലോഗ് ഇന്നത്തെ ഏതെങ്കിലും പിള്ളേരെ കൊണ്ട് എഴുതിക്കും. അത് അതിന്റെ ഒരു ഫോർമാറ്റ് അറിയണം. ഞാൻ പറയുന്ന ആദ്യം നീ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഒരു പ്രൊഡ്യൂസറെയോ ഒരു ആർട്ടിസ്റ്റിനെയോ ഒരു ഡയറക്ടറെയോ. ഇപ്പൊ നീ തിരക്കഥാകൃത്താവാനല്ലേ നോക്കുന്നത്. നീ തിരക്കഥാകൃത്താവുമ്പോ തിരക്കഥാകൃത്തിന് ആവശ്യം എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ടർ. ഇപ്പൊ അഭിലാഷ് ചോറ്റാനിക്കര എന്ന് പറയുന്ന റൈറ്റർ ഉണ്ട്, നമ്മുടെ സുഹൃത്താ, ഈ മാളികപ്പുറം ഒക്കെ എഴുതിയ. ആ പുള്ളി കഥ പറയാത്ത ആർട്ടിസ്റ്റുകളില്ല ഇന്ന് മലയാള സിനിമയിൽ. അങ്ങനെ നമ്മൾ പോയി കഷ്ടപ്പെടണമെന്നേ. നമ്മൾ ഒരാളെ അവഗണിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്മാറുമല്ല വേണ്ടേ, അയാൾക്ക് നമ്മൾ പറ്റൂല. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് നോക്കുക. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമുക്ക് പറ്റുന്ന ബസ് ഇപ്പൊ എടാ വിജയ് ഏറ്റവും നല്ല മോട്ടിവേഷൻ അല്ലേ പറഞ്ഞത്. നനച്ച വണ്ടി എന്താ വരുന്ന വണ്ടി കയറി പോകാതെ നമുക്ക് ആവശ്യമുള്ള വണ്ടിയിൽ കയറി പോകാന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു അൺമോട്ടിവേഷൻ അല്ലേ തന്നേക്കുന്നത്. തോറ്റു പോകാൻ ആർക്കും പറ്റും, ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മൾ കയറി വരണം. നീ മനസ്സിലാക്കി, നീ വളരെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നീ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നിനക്കറിയാൻ പാടില്ല എന്ന ധാരണ നിന്റെ ഉള്ളിൽ വേണം. ഒരു മനുഷ്യൻ തോറ്റു പോകുന്നത് എപ്പോഴാണ്? അവന് അറിവില്ലാത്തപ്പോഴാണ് തോറ്റു പോകുന്നത്. നീ ആദ്യമായിട്ടൊരു സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ആ സൈക്കിളിൽ നിന്ന് നീ വീഴും. വീണ് പഠിക്കുക. അപ്പൊ ഈ വീഴുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെ പോയാൽ വീഴും. അതൊരു പഠനമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ തോറ്റുപോയാൽ ഉടനെ ഫ്രസ്ട്രേഷൻ, നിനക്കൊന്നും നടക്കൂല എന്നൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അത്രയും നടന്നില്ലേ. അപ്പൊ നിന്റെ പുത്രം പോലും നടക്കാൻ പറ്റാത്ത ആൾക്ക് ഇപ്പൊ ഒരുമ്പട്ടവൻ എന്ന് പറഞ്ഞാൽ നിന്റെ പരിചയത്തിലുള്ള ഒരാൾ ഒരു പടം ഇറക്കിയില്ലേ, അപ്പൊ അയാളുമായിട്ട് നിനക്ക് കണക്ഷൻ ഇല്ലേ? അപ്പൊ അതുവരെ അയാൾ ഓൾറെഡി അയാളുമായിട്ട് നിനക്കൊരു സിറ്റിംഗ് കിട്ടിയില്ലേ, അത് തന്നെ വളരെ വലിയ കാര്യമല്ലേ. അത് കഴിഞ്ഞ് നടക്കാത്തത് ഇത് അത്ര എളുപ്പമായിട്ടുള്ള പരിപാടി അല്ല സിനിമ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നിനക്ക് നീ ഒരു 10-30 കഥയെങ്കിലും എഴുതണം. 30 കഥകൾ എഴുതിയിട്ട് ഒരു 100-200 ആർട്ടിസ്റ്റുകളെ പോയി കാണണം. അങ്ങനെ നിരന്തരമായിട്ട് പരിശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെറ്റാവും, മനസ്സിലായി? ഇപ്പൊ നീ ആണെങ്കിൽ ഏതെങ്കിലും നല്ല നിന്റെ അന്നോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ സൗണ്ട് എഫക്റ്റിന്റെയും ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിന്റെ ഐഡിയോളജി നല്ലതായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ചെളിയിൽ നിങ്ങൾ ചവിട്ടി താത്തുന്നവൻ.
അവൻ ആ ചെളിയിൽ ചവിട്ടി താഴാൻ വേണ്ടിയിട്ട് കാണിച്ച അവന്റെ ഒരു മനോധൈര്യം ഉണ്ടല്ലോ, ആ ചെളിയുടെ ഉള്ളിലേക്ക് അവന്റെ തല ഇറങ്ങി പോവാണ്. അത് നിങ്ങള് അതിന് ഡയറക്ടർ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കി നമുക്കത് ചെയ്യാമായിരുന്നു. അത്രയും ആൾക്കാരെ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടി. അപ്പൊ അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അത്രയും ചെയ്യാൻ കഴിവുള്ള നീ എന്തിന് ഫ്രസ്ട്രേഷൻ അടിക്കണം? നിനക്കൊരു ഷോർട്ട് ഫിലിം ചെയ്ത് അത് യൂട്യൂബിൽ ഇറക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിനക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കിട്ടിയില്ലേ? ഈ ഷോർട്ട് ഫിലിം തന്നെ ചെയ്തിട്ടല്ലേ അൽഫോൺസ് പുത്രം വന്നതും ബേസിൽ ജോസഫ് വന്നതും ഈ പറയുന്ന നമ്മുടെ കാർത്തിക് സുബരാജ് ഒക്കെ വന്നത് ഈ ഷോർട്ട് ഫിലിമിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഫ്രസ്ട്രേഷൻ ഈസ് നോട്ട് എ ചാൻസ്, അതൊരു ചാൻസ് അല്ല നമുക്ക് മുന്നോട്ട് പോകാൻ. ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് തോൽവികളെ നമ്മൾ അറിവുകളാക്കി മാറ്റിയിട്ട് നമ്മൾ വിജയത്തിലേക്ക് മുന്നേറണം. സക്സസ്, വിജയിക്കുന്നവന്റെ കൂടെ ഈ ലോകം നിൽക്കുള്ളൂ, തോറ്റവന്റെ കൂടെ ലോകം നിൽക്കൂല. അങ്ങനെ തോറ്റവന്റെ കൂടെ ലോകം നിന്നാൽ ലോകം തോറ്റുപോകും. മനസ്സിലായോ? അപ്പൊ എനിക്കിതാ പറയാനുള്ളത്, ഇന്നലെ വിളിച്ചത് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ. കുഴപ്പമില്ല, വിഷമമൊന്നും ഇല്ലടാ, എനിക്ക് വിഷമമൊന്നുമല്ല. നിങ്ങളെപ്പോലത്തെ നീ ഒരു കലാകാരനായിട്ടിരിക്കെ നിനക്ക് അത്രയും ഫ്രസ്ട്രേഷനുകൾ വന്നിട്ട് അതിനെ തരണം ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ വിഷമമുണ്ട്. അപ്പൊ നീ എന്നെ തെറി പറയുമ്പോ എനിക്ക് എന്നെ തെറി പറയാൻ അറിയാൻ പാടില്ലാത്ത ആളൊന്നുമില്ല. എനിക്ക് നിന്നെ ഇപ്പൊ ഇന്നലെ തന്നെ കൂട്ടി ജയിലിലേക്ക് ഇടാൻ അറിയാൻ പാടില്ലാത്ത ആളുമല്ല. അതിന്റെ അകത്ത് സംഭവം എന്നാന്ന് വെച്ചാൽ നിന്റെ ഫാമിലി ഫോട്ടോ ഞാൻ ഇന്നലെ കണ്ടു. അത്രയും ഒരു കുട്ടി, 2 പിള്ളേരും ഒരു വൈഫും കുടുംബമുള്ള ഒരാള് ഇങ്ങനെ കള്ളു കുടിച്ച് നിനക്ക് പരിചയമില്ലാത്ത ഒരാളെ വിളിച്ച് തെറി പറയണമെങ്കിൽ നിന്റെ മാനസികാവസ്ഥയുടെ ഒരു അവസ്ഥ ഭയങ്കര ദുർഘടമാണെന്നുള്ള എന്റെ ചിന്തയും. നീ ഈ കള്ളുകൂടി, ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കള്ളു കുടിച്ച് തീർന്നിട്ട് നീ എന്നെ വിളിക്കും, ഇത് കഴിയുമ്പോൾ നീ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയാം. അതാണല്ലോ അതിന്റെ ഒരു സൈക്കോളജി. ആ കള്ളുകുടിക്ക് ശേഷം നീ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നീ അത് ആവർത്തിക്കാതിരിക്കുക, എന്നിട്ട് വിജയത്തിലേക്ക് പോകാനുള്ള പാതകൾ നോക്കുക. ഓക്കെ, എന്നെങ്കിലും നമുക്ക് കാണാം. ഓക്കെ ബ്രോ, ഓക്കെ, സോറി.